വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മാന്യ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ സുദിനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപതനത്തിന്റെ അകാലഘട്ടത്തിലേക്ക് അധപതിച്ചുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനൈക്യത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകമെങ്ങും അടിച്ചു വീശിയിരുന്നപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ മണലാരണ്യത്തിൽ ആഗതനായി. ജനന സാമീപ്യത്തിന് പല മഹാ അത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവരണമാകുകയും നിഷ്കളങ്കമായ ചോരപ്പായതിനെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അക്രമവും കൊള്ളയും കൊളിവെപ്പും കൊണ്ടും കൊടുത്ത് നിത്യസംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിനും അതിരക്ഷയിലുമായിരുന്നു അവർ സാഹചര്യം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ബാലപാഠം പോലും വായിക്കാത്ത സംസ്കാരശൂന്യരായ ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചക്ഷരാക്കുകയും വിമർശനത്തിന്റെ ക്രൂരമുകൾ നബിക്കെതിരെ എഴുതുകയും ചെയ്തെങ്കിലും ചിതറാത്ത ചിത്തത്തോടും പതറാത്ത പാദത്തോടും കൂടി അവർ പ്രബോധനം തുടരുകയും അങ്ങനെ വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെ നീതിയോടെ വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ വിഗ്രഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളും ആക്കി മാറ്റിയെടുത്തു. ഇതാ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനമാണിത്. ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരുമല്ല അവരുടെ നാവിതുമ്പിലൂടെയും തുലികാത്തുമ്പിലൂടെയും പ്രവാചകനെ പ്രശംസിക്കുന്നത്. മാത്രമല്ല സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. തന്റെ അയൽവാസി വിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കുമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വായ നിറച്ച ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിൽ ഐക്യവും സ്നേഹവും നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം കണിശത പുലർത്തിയിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്തായതിന്റെ പ്രധാന കാരണം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ചരിത്രം കൂടിയും പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. പാതിരാത്രിയാണ്. റസൂലിന്റെ വാതിൽ ആരാ മുട്ടി. ആരാണത്? പതിസ്വരത്തിൽ മറുപടി വന്നു, ബിലാലാണ്. പാതിരാത്രിയിൽ എന്താണ് കാര്യം? ഇസ്ലാം സ്വീകരിക്കണം. വെളിച്ചത്തിൽ റസൂലിന്റെ മുമ്പിൽ വരാൻ വസ്ത്രമില്ല എന്ന ബിലാൽ വന്നു കിട്ടിയ ചാക്കുകൊണ്ട് അഗ്നത മറിച്ച് കറുപ്പുള്ള തന്റെ മേലെ രാത്രി റസൂൽ കാണില്ലല്ലോ എന്ന് നിരിച്ചു വന്നതാണ്. റസൂൽ പറഞ്ഞു, ഇങ്ങോട്ട് ചെറുനിൽക്കൂ ബിലാൽ. ചെറുത്തിൽക്ക് ആലിംഗനമാണ്. ബിലാൽ ഇതിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച ശേഷം ഒരു ശരീരവും എൻ്റെ ശരീരത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. വംശീയതയോട് പുണ്യ ഹബീബിന്റെ നിലപാട് ഇതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകൾ നബിയോടുള്ള നിർമ്മലമായ സ്നേഹം നിലനിർത്തി തരുവാൻ നാദം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.